CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്നാണ് മാറ്റം. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റും രൂപീകരിച്ചു. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, KK രാഗേഷിനെ CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റും രൂപീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് KK രാഗേഷിന്റെ പേര് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. ഏകകണ്ഠമായി തന്നെ ഈ തീരുമാനം പിന്നീട് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടി ഔദ്യോഗികമായി തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് കണ്ണൂരിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന് എന്നുള്ള നിലയിലാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ എല്ലാവരും വീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് KK രാഗേഷിന്റെ പേര് നിർദ്ദേശിക്കാൻ ഒരു ധാരണയിൽ എത്തിയിരുന്നു. പക്ഷേ അന്ന് അതൊരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് വന്നില്ല. കണ്ണൂരിൽ ഒരു യോഗം കൂടി ചേർന്ന് കണ്ണൂരിൽ അത് തീരുമാനിക്കാം എന്ന് മുഖ്യമന്ത്രി തന്നെ അത് അന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുകയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം സംബന്ധിച്ചില്ല. പക്ഷേ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. KK രാഗേഷിനെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കാം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇത് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. MV ഗോവിന്ദൻ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഈ പേര് നിർദ്ദേശിച്ചത്. M പ്രകാശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിലാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. നേരത്തെ MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയതും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നതിന് ഇടയായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് രാഗേഷ് തന്നെ വേണം എന്ന ചർച്ച ഇതിനിടയിൽ ഉയർന്നിരുന്നു. അങ്ങനെ വത്സൻ പലോളി, TV രാജേഷ് തുടങ്ങിയവരുടെ പേരുകളൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി ഈ കാര്യത്തിൽ എടുത്ത ഒരു തീരുമാനം, പാർട്ടിയെ നയിക്കാൻ ഒരു യുവ നേതൃത്വം വേണം. തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ആദ്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇത്തരം വലിയ ഉത്തരവാദിത്വത്തിലേക്ക് പാർട്ടി പോകുമ്പോൾ ഒരു മികച്ച സംഘാടകനായ ഒരാൾ തന്നെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണം എന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് KK രാഗേഷിന്റെ പേര് തന്നെ പാർട്ടി തീരുമാനമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. KK രാഗേഷ്, M സുരേന്ദ്രൻ, കാരായി രാജൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, PV ഗോപിനാഥ്, P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, TI മധുസൂദനൻ, N സുകന്യ, KV സുമേഷ്, C സത്യപാലൻ, M കരുണാകരൻ എന്നിവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ഇതിൽ M കരുണാകരൻ മാത്രമാണ് പുതുതായി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഒഴിഞ്ഞത് MV ജയരാജനാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്നാണ് അദ്ദേഹം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏകകണ്ഠമായി തന്നെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. അതിൽ നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ആരായിരിക്കും എന്നത് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചേർന്നതിന് ശേഷം മാത്രമാണ് തീരുമാനമെടുക്കുക. ഈ കാര്യം MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കും എന്നാണ് MV ഗോവിന്ദനും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അർജുൻ.